ഈ മെനു കാർഡിൽ കാണുന്ന ബീഫ് റിബ്സും പാൽക്കപ്പയും കഴിക്കാൻ വേണ്ടി മാത്രം കൊച്ചി വരെ പോയാലും നഷ്ടം വരില്ല. അമ്മാതിരി ഐറ്റമാണിത്. 340 രൂപയാണ് ഒരു ഫുൾ പോർഷൻ പാൽക്കപ്പ ബീഫ് റിബ്സിന് ചാർജ്. കൂട്ടത്തിൽ അൽഫാം മന്തിയും ബട്ടർ നാനും പറഞ്ഞിരുന്നു. പക്ഷെ ഈ കാണുന്ന പാൽക്കപ്പ തന്നെയാണ് താരം. പാൽക്കപ്പയും ബീഫിന്റെ ഒരു പോർഷൻ ഞാൻ എന്റെ പാത്രത്തിൽ വിളമ്പി കഴിച്ചു നോക്കി. നല്ല കിടലൻ ഐറ്റം. വായിൽ പല്ലില്ലാത്തവർക്ക് പോലും നിഷ്പ്രയാസം കഴിക്കാൻ പറ്റുന്ന അത്ര സോഫ്റ്റ് ആണ് ഈ ബീഫൊക്കെ. അതിനുശേഷം അൽഫാം മന്തിയിൽ ഒരു പിടി പിടിച്ചു. 260 രൂപയാണ് ക്വാർട്ടർ മന്തി വിത്ത് അൽഫാമിന്റെ റേറ്റ്. അൽഫാമിന്റെ പീസൊക്കെ താരതമ്യം നല്ല വലുപ്പമുണ്ട്. കഴിക്കാൻ അത്ര മോശമല്ലാത്ത ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുഴിമന്തിയുടെ ഒരു കുഴി ഫ്ലേവർ ഈ മന്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മന്തി അത്യാവശ്യം നല്ലതാണെങ്കിൽ പോലും ഈ പാൽക്കപ്പ ബീഫ് റിബ്സിനൊപ്പം കഴിച്ചാൽ അതിന്റെ ഒരു പ്രഭാവം കാരണം ബാക്കിയുള്ളതൊക്കെ മങ്ങിപ്പോവും. പാൽക്കപ്പയൊക്കെ പാത്രത്തിൽ നിന്ന് വടിച്ചെടുത്ത് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. അതിനൊക്കെ ശേഷം 79 രൂപ വില വരുന്ന ഒരു ഇളനീർ പുട്ടിയും കൂടി കഴിച്ചു. കൂടെ വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ഇനി കൊച്ചി പോകുന്നവർക്ക് പാൽക്കപ്പ ബീഫ് റിബ്സ് കഴിച്ചാൽ നഷ്ടം വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആലുവ പുളിഞ്ചോടുള്ള പാതിരാക്കോഴിയാണ്.